അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ പയ്യെ ഇടുക്കി പ്രദേശങ്ങളിലെ കറക്കമൊക്കെ മതിയാക്കി പയ്യെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അടുത്ത കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കോട്ടയം ജില്ലയിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ പീരുമേടിനൊക്കെ അടുത്തായിട്ട് നല്ലൊരു തേയിലത്തോട്ടം കണ്ടു. അപ്പോൾ അന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടൊന്ന് വണ്ടി നിർത്തി കുറച്ച് വിശ്രമമൊക്കെ ആകുമല്ലോ. അങ്ങനെ തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി ഒരു ഫോട്ടോയൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാമെന്നൊരാഗ്രഹം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു സജഷൻ തന്നായിരുന്നു, ഒരേ രീതിയിലുള്ള വീഡിയോ മാത്രം പിടിക്കാതെ ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്നൊക്കെ ഓർത്ത് പയ്യെ തേയിലത്തോട്ടത്തോട്ട് കയറിയതാണ്. ഭാഗ്യം കൊണ്ട് ആരും കണ്ടില്ല, ഓടിച്ചില്ല. അങ്ങനെ നമ്മൾ പയ്യെ ആ തേയിലത്തോട്ടത്തോടൊക്കെ വിട പറഞ്ഞ് പയ്യെ ഇങ്ങോട്ട് പിന്നെയും പോരുകയാണ്. മഴക്കാർ നല്ലപോലെ കയറിയിട്ടുണ്ടായിരുന്നു. മഴ തൂളാനും ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് വേഗം കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കാമെന്ന് ഓർത്ത് പോരുകയാണ്. നമ്മളങ്ങനെ കുട്ടിക്കാനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പയ്യെ താഴോട്ടിറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ ആ പുല്ലുപാറ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ടൊക്കെ നല്ല ഗ്രീനറിയും കാര്യങ്ങളും മലകളൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് എന്നാൽ ഒരു വീഡിയോ അവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് വെച്ചു. അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുത്തു. ഈ കാണുന്നത് KK റോഡാണ്. 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് KK റോഡ്. ഇത് നാഷണൽ ഹൈവേ കൂടിയാണ്. നാഷണൽ ഹൈവേ 183 എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ റോഡിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ചരിത്രങ്ങളുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളെയാണ് ഈ റോഡുകൾ ബന്ധിപ്പിക്കുന്നത്. ഈ കാണുന്ന വ്യൂ കൊടികുത്തി എത്തിച്ചേരുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗങ്ങളാണ്. അങ്ങനെ നമ്മൾ പയ്യെ അവിടുന്ന് യാത്ര ചെയ്ത് നമ്മൾ മുണ്ടക്കയത്തോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുണ്ടക്കയം. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ അടുത്ത് വെച്ച് നിന്നെടുത്താണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് പ്രശസ്തമായ കല്ലേപ്പാലം. ഈ പാലമാണ് ഇടുക്കി കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വൈക്കത്ത് എത്തിയിരിക്കുകയാണ്. വൈക്കത്ത് എത്തിയിട്ട് ജങ്കാറയിൽ നമ്മുടെ വണ്ടിയൊക്കെ കയറ്റി അക്കരയ്ക്ക് കിടക്കാനുള്ള പ്ലാനും പദ്ധതിയൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസകരമായൊരു യാത്രയാണ് ഈ വേമ്പനാട്ട് കായലിലൂടെ നമുക്ക് ഇനി നടത്തുവാനായിട്ടുള്ളത്. ഇത് വേമ്പനാട്ട് കായലാണ്. അവിടുന്ന് ജങ്കാറയിൽ നമ്മൾ വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് ഈ. അങ്ങനെ ജങ്കാറയിലോട്ട് വണ്ടികളെല്ലാം കയറി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇവൻ പയ്യെ യാത്ര തുടങ്ങുകയാണ് അക്കരയിലോട്ട്. വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്കാണ് ഇവർ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പയ്യെ നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജങ്കാർ ഇങ്ങനെ പയ്യെ അങ്ങ് നീങ്ങി തുടങ്ങി. അപ്പോൾ ഇത് പയ്യെ ഇവൻ അങ്ങ് തിരിയാൻ തുടങ്ങി. ആ ബൈക്ക് ഇരിക്കുന്ന ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ഭാഗം പ്രത്യേകമായിട്ട് അതിപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവൻ പയ്യെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പയ്യെ ജങ്കാറൊക്കെ തിരിച്ച് പയ്യെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ പയ്യെ യാത്ര ചെയ്തുകൊണ്ട് വേമ്പനാട് കായലിൻ്റെ കുറച്ച് പ്രത്യേകതകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം.
ഈ വേമ്പനാട് കായലെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു തടാകമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകവുമാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം വലിപ്പം എന്ന് പറയുന്നത് 230 സ്ക്വയർ കിലോമീറ്ററാണ്. മാക്സിമം ലെന്ത് വന്നിട്ട് 96.5 കിലോമീറ്ററുമാണ്. പിന്നെ പറയുവാണെങ്കിൽ ഇതിലേക്ക് വന്നു ചേരുന്ന നദികൾ പെരിയാർ റിവർ, പമ്പ, അച്ചൻകോവിലാറ്, മണിമല റിവർ ഇവയൊക്കെയാണ് ഇതിലേക്ക് വന്നു ചേരുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ. അപ്പോൾ ഈ വേമ്പനാട് കായലിനടുത്തായിട്ട് വരുന്ന മെയിൻ സിറ്റികളാണ് ആലപ്പുഴ, കൊച്ചി, ചേർത്തല, കോട്ടയം എന്നിവയൊക്കെ. അങ്ങനെ നമ്മൾ പയ്യെ വൈക്കത്ത് നിന്ന് ഇങ്ങനെ തവണക്കടവിലോട്ടുള്ള യാത്രയിൽ അങ്ങ് ദൂരെ ഒരു പൊട്ട് പോലെ തവണക്കടവിൽ നിന്ന് വൈക്കത്തോട്ട് ആൾക്കാരെയും കൊണ്ട് വരുന്ന ഒരു ബോട്ട് കാണാം നമുക്ക്. അങ്ങ് അകലെ ഒരു കുഞ്ഞു പൊട്ട് പോലെയാണ് അവനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരമായി ഇങ്ങനെ ജങ്കാറയിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറു വള്ളങ്ങൾ പോലും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കാരണം നല്ല ഉച്ച സമയമാണ്, നല്ല ചൂടും നല്ല വെയിലുമാണ്. എന്നേരമാണ് നമ്മുടെ ഈ ബോട്ടാശാൻ അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അവനെ നമുക്ക് അങ്ങോട്ട് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കാമെന്ന് ഓർത്ത് ഞാൻ സൂമൊക്കെ ചെയ്ത് അങ്ങ് പിടിച്ചു. അപ്പോൾ ഏക്കാലും അവൻ്റെ വരവ് കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് പുള്ളിക്കാരനാണെങ്കിൽ പയ്യെ സൗണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ കടന്ന് അങ്ങ് പയ്യെ പോവുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഒരു ബോട്ട് കാണാൻ സാധിച്ചത്. അപ്പം നല്ല നട്ടുച്ച സമയമായിട്ട് തോന്നുന്നു. ആൾക്കാരൊക്കെ പൊതുവേ മൊത്തത്തിൽ കുറവാണെന്ന് തോന്നുന്നു അതേ ബോട്ടിൽ. അതോ നമ്മുടെ ക്യാമറയുടെ ഗുണം കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തതാണോ എന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ജങ്കാറും പയ്യെ അപ്പുറത്തെ തീരത്തോട്ട് എത്തിയിരിക്കുകയാണ്. അത് പയ്യെ അതിൻ്റെ എവിടെയാണോ അടുക്കാനുള്ളത് അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പയ്യെ അങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ, അതായത് തവണക്കടവിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേനുണ്ട് ഒരു യാത്രാ ബോട്ട് ആൾക്കാരെയും കൊണ്ട് അപ്പുറത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നാൽ പിന്നെ അവനെയും കൂടെയൊക്കെ ഒന്ന് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് കുറച്ച് നേരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്.
അപ്പോൾ കായലിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പയ്യെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പയ്യെ വരികയാണ്. അപ്പോൾ ഈ മനോഹരമായ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചാറ പറയ കമൻറ്റും ലൈക്കും ഒക്കെ അങ്ങ് അടിക്കുക. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്തങ്ങ് കൊടുക്കുക കേട്ടോ.